ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ടെന്ന് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം. സംസ്ഥാന സർക്കാരിന് പ്രത്യേക നിയമമുണ്ടെങ്കിൽ പോലും ആ നിയമത്തെ മറികടന്ന് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാം. ഓർഡിനൻസ് അധികാരവും ഉണ്ടെന്നും PDT ആചാരി ജനം TVയോട് പറഞ്ഞു. ഈ ശബരിമല വിഷയത്തിൽ നിലവിലെ ശബരിമല വിഷയം മാത്രമായി എടുത്താൽ ശബരിമല ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ? ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് രണ്ട് കൺസെപ്റ്റുകളുണ്ട്. ഒന്ന് ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അമ്പലങ്ങളിലാതിൽപ്പെടുന്നതാണ്, ക്ഷേത്രങ്ങളിലാതിൽപ്പെടും. രണ്ട് പിൽഗ്രിം സെൻറ്റേഴ്സ്. ശബരിമല എന്ന് പറയുന്നത് പിൽഗ്രിം സെൻറ്റർ ആണോ ക്ഷേത്രമാണോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കണം. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി. ക്ഷേത്രമാണെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിലാണത് വരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമം നിർമ്മിക്കാം ഒരുപോലെ. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സബ്ജക്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനത്തിൻ്റെ നിയമത്തിനെ മറികടന്ന് മറ്റൊരു നിയമം ഉണ്ടാക്കാം. പാർലമെൻറ്റിന് അധികാരമുണ്ട്. അങ്ങനൊരു സംഗതിയാണ്. അതായത് നിയമം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇഷ്യൂ ചെയ്യാം. ഇനി നിയമം ഉണ്ടോയെന്ന് വെച്ചോ, സംസ്ഥാനത്തിന് നിയമമുണ്ട് എങ്കിൽ കേന്ദ്രത്തിന് ആ നിയമം റിപ്പീൽ ചെയ്തിട്ട് പുതിയ നിയമം ഉണ്ടാക്കാം. ഇങ്ങനെ ധാരാളം അധികാരങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന ഒരു സ്കീമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന സംഗതിയിൽ പറയുന്നത്.